ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്നത്തെ എൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ 4 സ്റ്റാൻഡേർഡ് എഡിഷൻ്റെ ഡീറ്റെയിൽസും അതിൽ നിന്ന് വരുന്ന റൂമേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു 25 ലൈക്കാണ് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറഞ്ഞിട്ട് ഞാൻ ദീർഘിപ്പിക്കണില്ല. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പറയുകയാണ്, എല്ലാവരോടും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. അപ്പോൾ നമുക്ക് കടക്കാൻ ഐഫോൺ 4 SEയുടെ ഡീറ്റെയിൽസിലേക്ക്. ആദ്യത്തെ ഡീറ്റെയിൽ പറയാൻ പോകുന്നത്, ഐഫോൺ 4 SEക്ക് ബോക്സ് ഡിസൈനാണ് വരാൻ പോകുന്നത്. നേരത്തെ ഡിസൈൻ ഐഫോൺ SE 3rd ജനറേഷൻ അവർ യൂസ് ചെയ്തത് ഐഫോൺ 8ൻ്റെ ഡിസൈനായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ബോക്സി ഡിസൈനിന് ഹാൻഡ്സ് ഓൺ ഫീൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അതേപോലെ ബെസൽ സ്ക്രീനൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ നോച്ചിൻ്റെ കാര്യത്തിൽ നോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആ നോച്ച് ഐഫോൺ 10R സെയിം നോച്ചാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നേരത്തെ ജനറേഷൻസിലൊക്കെ അവർ 12 മെഗാ പിക്സലും 8 മെഗാ പിക്സലാണ് യൂസ് ചെയ്ത് തരുന്നത്. ഇപ്രാവശ്യം ഐഫോൺ 4 SEയുടെ ക്യാമറ 48 മെഗാ പിക്സലിലെ ക്യാമറ വെച്ചിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതേപോലെ പ്രോസസ്സർ അവർ യൂസ് ചെയ്യുന്നത് ഐഫോൺ 4 SEയുടെ A16 ബയോണിക് ചിപ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അതും 5G നെറ്റ്വർക്കിൻ്റെ ചിപ്സെറ്റും ഡാറ്റ ട്രാൻസ്ഫറിങ്ങും 5G അപ്ലോഡിങ്ങും ഡൗൺലോഡിങ് സ്പീഡൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റാണ് കൊടുത്തത്. അതേപോലെ തന്നെ സ്ക്രീൻ സൈസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഐഫോൺ 4 SE. നേരത്തെ ജനറേഷനിലൊക്കെ അവർ 4.7 ഇഞ്ചാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കുറച്ചും കൂടെ വലിയൊരു സ്ക്രീനാണ് 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് റിലീസ് ചെയ്യണത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, USB കാര്യത്തിൽ വരുമ്പോൾ നേരത്തെ ജനറേഷൻസൊക്കെ പ്രീവിയസ് ജനറേഷനൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു. അതൊരു സത്യാവസ്ഥയാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ USB ചാർജിങ് പോർട്ട് വരുന്നത് Type-Cൻ്റെ ചാർജിങ് പോർട്ടാണ് വരുന്നത്. മുന്നത്തെ പ്രീവിയസ് ജനറേഷൻ അവരൊക്കെ യൂസ് ചെയ്തത് ലൈറ്റിംഗ് പോർട്ടാണ്. ഇപ്പോഴത്തെ USB-ൻ്റെ പോർട്ട് വെർഷൻ വരുന്നത് 2.0 ആണ്. അത്യാവശ്യം ഫാസ്റ്റൊക്കെ ഉണ്ട്. അൾട്രാ ഫ്ലാഷ് സിസ്റ്റം, ഡാറ്റ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തണ്ടർ ബോൾട്ടിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 3.2ൻ്റെ തണ്ടർ ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. തണ്ടർ ബോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേബിളിൻ്റെ അവിടെ 2 ഇടി വെട്ടുന്ന ഒരു ലോഗോ കാണാം. അതാണ് തണ്ടർ ബോൾട്ട് കേബിൾ. അത് നമ്മുടെ മാക്ബുക്ക് എയർ, മാക്ബുക്ക് പ്രോ, ഐമാക്കിനൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യും. അതേപോലെ വിൻഡോസിൻ്റെ ചില ലാപ്ടോപ്പുകളിലൊക്കെ നമുക്ക് തണ്ടർ ബോൾട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ തണ്ടർ ബോൾട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ഫോണിലേക്ക് നമ്മൾ ചാർജിങ് പോർട്ടിൻ്റെ അവിടെ നമ്മളെ കേബിൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. അതൊരു അഡ്വാൻറ്റേജാണ് തണ്ടർ ബോൾട്ട്. അതുകൊണ്ടാണ് ആപ്പിൾ സ്പെഷ്യലായിട്ട് അവരുടെ ലാപ്ടോപ്സിലൊക്കെ അവർ തണ്ടർ ബോൾട്ട് ഉണ്ടാക്കുന്നത്. ഐഫോണിൻ്റെ 4 SEക്ക് നിലവിൽ വരാൻ പോകുന്നത് അവരുടെ ഡിസ്പ്ലേൻ്റെ റിഫ്രഷിംഗ് റേറ്റ് 60 ഹേർട്സ് എന്നൊക്കെ കേട്ടപ്പോൾ $599 വരുന്ന ഫോണിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, ഡിസ്പ്ലേയുടെ റിഫ്രഷിംഗ് റേറ്റ് 60 ഹേർട്സ്. ആപ്പിൾ ഡസ് ഇറ്റ് ബെറ്റർ. അല്ലാണ്ട് 60 ഹേർട്സ് സഹിക്കാൻ വയ്യ. പെറ്റ തള്ള പോലും സഹിക്കില്ല 60 ഹേർട്സ് എന്നൊക്കെ പറയുമ്പോൾ. ആപ്പിൾ ഡസ് ഇറ്റ് ബെറ്റർ. അതേപോലെ ഐഫോൺ 4 SEയുടെ ടച്ച് ID ഒന്നല്ല വരാൻ പോകുന്നത്. ടച്ച് IDയുടെ പകരം ഫേസ് ID ആണ് വരുന്നത്. ഫേസ് IDയിൽ ഒരുപാട് അഡ്വാൻറ്റേജ് വെച്ചാൽ, ഈവൻ ലോ ലൈറ്റ് ആണെങ്കിൽ പോലും ഫേസ് ID ആകുമ്പോൾ പെട്ടെന്ന് തുറക്കാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ഹൈ കോൺട്രാസ്റ്റ് ഏരിയകളിലാകുമ്പോൾ കുറച്ചും കൂടെ വേഗം ഫോൺ നമുക്ക് ഫേസ് ID ഒക്കെ വെച്ചിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവർ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ $599 ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്നത് പ്രൈസ്. എന്നാൽ പ്രീവിയസ് ജനറേഷനൊക്കെ $399 വെച്ചിട്ടാണ് പ്രൈസ് ഇറക്കിയത്. അപ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസിന് വേണ്ടി ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ഭാഷ പറയണം ഞാൻ. ഗുഡ് ബൈ.